ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാഞ്ചീപുരം കഫേയിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കഫേ ശുഭാംഗത്തിൽ പോയപ്പോൾ ഒരുപാട് പേര് എന്നോട് സജസ്റ്റ് ചെയ്തതാണ് കാഞ്ചീപുരം കഫേയിലും കൂടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പം എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച് ഞാൻ ഇന്നും രാവിലെ നിൽക്കുന്നത് നമ്മുടെ വഴുതയ്ക്കാടുള്ള കാഞ്ചീപുരം കഫേയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം കാഞ്ചീപുരത്ത് നിന്ന് വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ചീസ് പനീർ മസാല ദോശയാണ് കേട്ടോ. ചീസിൻ്റെ നല്ല ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള മസാല ദോശയാണ് ചീസ് പനീർ മസാല ദോശ. പിന്നെ നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ പോയാലും ഒരുവിധം എല്ലാ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഫേസിലുള്ള ഒരു സ്പെഷ്യലാണ് ഈ കാണുന്ന മൈസൂർ മസാല ദോശ. പിന്നെ നമ്മൾ ഉപ്പുമാവ് ഓർഡർ ചെയ്തു. സാധാരണ നമ്മൾ പൊങ്കലൊക്കെ അല്ലേ ഓർഡർ ചെയ്ത്, അപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊന്ന് വെറൈറ്റിക്ക് പൊങ്കൽ മാറ്റിയിട്ട് ഉപ്പുമാവ് ഓർഡർ ചെയ്തു. ഇവിടെ പിന്നെ ശർക്കര പൊങ്കലോ വെജ് പൊങ്കലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വന്നപ്പോൾ അത് തീർന്നുപോയി. ദെൻ കേർഡ് വട കുറേ നാളായിട്ട് കേർഡ് വട കഴിച്ചിട്ട് തൈര് വട മതി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്ത് ഇവ എന്നെ വഴക്ക് പറഞ്ഞു തൈര് വട മതി. പിന്നെ ഫിൽറ്റർ കോഫി ബേബി നീ കുറച്ച് ദിവസം മുന്നേ ചോദിച്ചില്ലേ നല്ല കോഫി എവിടെ കിട്ടുന്നു, ഇവിടെ കുടിച്ചു നോക്ക് കൊള്ളാവോ ഇല്ലേന്ന്. ഫിൽറ്റർ കോഫി നല്ല രസമാണ്. ഈ ഒരു ചെമ്പ് പാത്രം എനിക്ക് ഈ ഒരു എന്താ പറയാ മറ്റേ എസ്തെറ്റിക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയെങ്കിൽ പറയണം കേട്ടോ. പ്രത്യേകത എന്തെന്ന് ഞങ്ങൾ ലാസ്റ്റ് പറയാം. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ചീസ് പനീർ മസാല ദോശയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ ചീസ് വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുണ്ടാക്കുന്നതിൻ്റെത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നുള്ളത്. ഞങ്ങൾ ഫുൾ അത് എടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർ ബട്ടർ ഇങ്ങനെ സ്ലൈസ് ചെയ്താണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫില്ലിങ്സ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഓക്കെ ബേബി നീ പറ ഇതിൽ ഏത് ഡിപ്പ് ചെയ്യാം? ആദ്യം പ്ലെയിൻ ആയിട്ട് കഴിച്ച് എന്നിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് രണ്ടാ ഡിപ്പ് ചെയ്യാം. മല്ലിയില ചീസ് എല്ലാത്തിനും നല്ല ഫ്ലേവർ വന്നുണ്ട്. ഒരുപാട് സ്പൈസി ഒന്നുമില്ല കേട്ടോ. സ്പൈസിനെസ് ന്യൂട്രലാണ്, ഒരുപാട് എരിവൊന്നുമില്ല, ടേസ്റ്റിയാണ്. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ വന്നുണ്ട്. ഓക്കെ, പുതിയൊരു സാധനം കൂടെ വന്നു. ഞങ്ങൾ ഒരു 3 വെറൈറ്റി വടാസ് കൂടെ മേടിച്ചു. അല്ല, ഞാൻ നോക്കിയപ്പോഴേ ഇതിനകത്ത് ഒരിടത്തും വട കണ്ടില്ല. അപ്പൊ ഒരു മനസ്സിലൊരു അങ്ങനെയല്ല, ചെന്നപ്പോ എല്ലാ വടയും ഒറ്റ വെച്ച് പറഞ്ഞു. ഉള്ളിവട നമ്മൾ വന്നപ്പോൾ അവർ ഫ്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ആ ചേട്ടൻ. മൈസൂർ മസാല ദോശ ട്രൈ ചെയ്യാം. മൈസൂർ മസാലയ്ക്കകത്ത് ബീട്രൂട്ട്, ക്യാരറ്റ്, സവാള പിന്നെ മല്ലിയില അല്ലേ? ഏകദേശം ഫില്ലേഴ്സ് സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ചട്നി എടുക്കാം. ചട്നി അല്ലാണ്ട് ചമ്മന്തി. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. മൈസൂർ മസാല ദോശ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റിയർ ആയിട്ട് തോന്നിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ ഞാൻ അവിടെ ചെയ്യാം. ട്രിവാൻഡ്രം സിറ്റിയിൽ ഞാൻ ഇത്രയും നാൾ കഴിച്ചതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടുത്തെ ഒരു വ്ളോഗ് ഉടനെ ചെയ്യാം കേട്ടോ. മൈസൂർ മസാല ദോശ ഏറ്റവും ടേസ്റ്റിയർ ആയിട്ട് എനിക്ക് തോന്നിയൊരു സ്ഥലത്ത്. കൊള്ളാം, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അതിൻ്റെ അത്ര ടേസ്റ്റ് ഫീൽ ചെയ്തില്ല.
ഐൽജന്റെ തൈര് വരെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എൻ്റെ തൈര് ഇവിടെ. എൻ്റെ തൈര് ഒരു മിനിറ്റ്, ഞാൻ തൈരും കൂടെ കുറച്ച് കൊള്ളില്ലേ. കൊള്ളാം. എനിക്ക് ഫുൾ കുരുമുളകല്ലേ, ആ ഫുൾ കുരുമുളക് ആദ്യത്തെ കടിയിൽ തന്നെ ആ കുരുമുളക് കിട്ടി. മല്ലിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട്. മല്ലിയല്ല, കൊള്ളാം. ഗൈസ്, അണ്ണൻ ഓൺ ദ ഫ്ലോർ ഉപ്പുമാവ് കഴിക്കാണ്. എനിക്ക് പണ്ട് തൊട്ട് ഉപ്പുമാവ് ഇഷ്ടമല്ല. ഗവൺമെന്റ് സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലല്ലേ? നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സെന്റ് മേരീസിലല്ലേ? സെന്റ് മേരീസിലാണ് പഠിച്ചത്. നല്ല ഗവൺമെന്റ് സ്കൂളിലെ കുറെ ഉപ്പുമാവൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അല്ല, എന്റെ വീട്ടിൽ വെക്കും, പക്ഷെ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ചോറ് കണക്കിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ല. ഉപ്പുമാവുള്ള ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര അധികം സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാളെ കണ്ടിട്ടേ ഇല്ല. PK പോലെ കെട്ടമോന്ന് സ്വന്തമായിട്ടുള്ള അഭിപ്രായം. വീട്ടില് ഉണ്ടാക്കുന്ന പോലെയാണോ? ഉണ്ടാക്കുന്ന പോലെയല്ല. അല്ല, അതിനെക്കാട്ടി കൊള്ളാവോ? അതിനെക്കാട്ടി വീട്ടിൽ ഇത്രയും നെയ്യൊന്നും ഉണ്ടാകും. നല്ല നെയ്യുണ്ട്, നെയ്യ് കൂടുമല്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പറയ, ദോശ എങ്ങനെയുണ്ട് PK? ഈ ദോശ എന്ത് ദോശയാണെന്ന് മനസ്സിലായോ? കൊള്ളൂല. മൈസൂർ എനിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അതാ, പക്ഷെ ഇത് കഴിച്ചു നോക്കി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടില്ല? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിനക്കും? ഞാൻ മേ ബി ഫസ്റ്റ് ഇത് കഴിച്ചിട്ട്, എനിക്ക് ചീസ് നോർമലി ഭയങ്കര ഇഷ്ടമാണല്ലോ, അതായിരിക്കും. ചീസ് ആയതുകൊണ്ട് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. PKക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഇഷ്ടപ്പെട്ട. ഓരോരുത്തരുടെ ടേസ്റ്റിന്റെ. ചീസ് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. നിനക്ക് ചീസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിനക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. ആയിരിക്കും. ഉള്ളിലൊന്നല്ല, രണ്ടും കൊള്ളാം. കോഫി ചൂട് പോയി, പക്ഷെ കൊള്ളാം. ഓർഡർ ചെയ്തിട്ട് കുറേ നേരമായല്ലോ. അപ്പോഴേ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ നിന്നാ ചൂട് പോകും. മാജിക് ആടാ. കുറച്ചല്ലേ ഉണ്ടായിരുന്നു. കൊള്ളാം. വേണോ? ചീസ് പനീർ മസാല ദോശ തീർന്നു, മൈസൂർ മസാല ദോശ തീർന്നു, ഉപ്പുമാവ് തീർന്നു. ആർക്കും തീരെ വിശപ്പില്ലാന്നും പറഞ്ഞു. നിനക്ക് ഇഷ്ടപ്പെട്ടാടാ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോടാ? ദോശ, മൈസൂർ മസാല ദോശ. കൂടെ നോക്കാം. പരിപ്പ് വടയും ചമ്മന്തി. അടുത്ത ഉഴുന്ന് വട. ക്രിസ്പി. ഈ മുളക് ചമ്മന്തി എങ്ങനെയുണ്ട്? ഞാൻ അത് ടേസ്റ്റ് ചെയ്തില്ല. ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടത് ഉഴുന്നുവട. ഭയങ്കര ക്രിസ്പി ആയിരുന്നല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ കാഞ്ചീപുരം കഫേന്ന് ഒരു ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചീസ് പനീർ മസാല ദോശയാണ്. ഐജനും PKക്കും മൈസൂർ മസാല ദോശയാണ് ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റിയറായിരുന്നു. റേറ്റ് എങ്ങനെയായിരുന്നു? റേറ്റ് 365 രൂപയോളം എല്ലാം കൂടെ. അത്രയേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തത് പാർത്തനാണ് കേട്ടോ. ഞാൻ കഫേ ശുഭാംഗത്തിൽ പോയപ്പോൾ പാർത്തനാണ് എന്നോട് പറഞ്ഞത്, നീ കാഞ്ചീപുരം കഫേ പോയി ട്രൈ ചെയ്ത് നോക്ക്, അവിടെ കുറച്ചും കൂടെ അഫോർഡബിൾ ആണെന്ന് പറഞ്ഞത്. സോ ഈ രാവിലെ ഹറിബറിയായിട്ട് ജോലിക്കും കോളേജിലും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കുറച്ചധികം ഐറ്റംസ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളിവിടെ നിൽക്കുമ്പോഴും കൂടുതൽ വരുന്നത്. ചേച്ചിമാര് ബാഗൊക്കെ തൂക്കി ലൈക്ക് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. നമ്മൾ ഇത്രയധികം ഓർഡർ ചെയ്തിട്ട് നമുക്ക് 325 സംതിങ് ആയുള്ളൂ. ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ഇത്രയധികം സാധനം വേണ്ടല്ലോ. എന്തെങ്കിലും ഒരു ദോശ, ഒരു ചായ, കോഫി, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. സോ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക. നമ്മളെ വഴുതക്കാട് ഈ ഒരു ലൊക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും.
ആർട്ടിസം സ്റ്റുഡിയോയുടെ ലാപ്പോഷ് ഓപ്പോസിറ്റ് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ ആ ഒരു വഴിയാണ്. ഹിന്ദി പ്രചാര സഭയുടെ ഈ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്താണ് ദ കാഞ്ചീപുരം കഫേ. സോ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇവിടെ മുന്നേ വന്നിട്ടുള്ളവരും നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ ഞാൻ ആദ്യം ചോദിച്ചില്ലേ നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകുന്ന, വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയതായി മൈക്ക് വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ ചാനലിൽ സ്വന്തമായിട്ടൊരു മൈക്ക് മേടിച്ചിരിക്കുകയാണ്. ഐൽജനാണ് കേട്ടോ സ്പോൺസർ. മൈക്ക് മേടിച്ചിരിക്കുമായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാണ്ടായി കുറച്ച് ദിവസം. അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അതാ ഇത്രയും ഡിസ്റ്റൻസ് ആയത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.